who sat in darkness have seen a great light. And for those who sat in the region and shadow of death, light is dark. We the people of Kerala is longing for decades for a help, for protection. A person who safeguard the interest of the nation. Unfortunately, we find nobody, none. At this juncture, at this critical junction, about the time a good dam is going to be break, Behenji, Mayawati ji has emerged as a savior of this great country, the God's own country. That is why BSP Bahujan Samaj Party's leader, the national coordinator, Mr. Ashok Siddharth ji is here in before you, in front of you, to save the nation, save the people. നമ്മൾ വളരെയധികം പ്രശ്നബാധിതമായ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളം വലിയ പ്രതിസന്ധിയിലാണ്. മുല്ലപ്പെരിയാർ ഡാം, ഞാനിവിടെ മത്സരിക്കുന്നത് ഒരുപാട് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെയാണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, കാർഷിക സംഘടനകളുടെ പിന്തുണയുമുണ്ട്. അവരെല്ലാം എന്നോട് ആവശ്യപ്പെടുന്നത് പൊളിച്ചെടുക്കണം എന്നാണ്. പൊളിച്ചെടുക്കണം. ആരെ? നമ്മുടെയൊക്കെ ജീവന്റെ വില വാങ്ങിച്ചവരെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ ജീവന്റെ വില വാങ്ങിച്ചവരെ, നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ ജീവന്റെ വില വാങ്ങിച്ചവരെ, ഇടതുപക്ഷത്തെ, വലതുപക്ഷത്തെ, BJP-യെ, ഈ നാടിനെ ഒറ്റിക്കൊടുത്ത് ഈ നാട്ടുകാരുടെ ജീവന്റെ വില വാങ്ങിയ ആളുകൾ ആരൊക്കെയാണെന്ന് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരാണ് നമ്മളെ വിറ്റത് എന്ന് തമിഴ്നാട്ടിൽ അത് ആരൊക്കെയാണ് LDF-ലുള്ളത്, ആരൊക്കെയാണ് UDF-ലുള്ളത്, ആരൊക്കെയാണ് BJP-ലുള്ളത് എന്ന് തമിഴ്നാട് ഉദ്യോഗസ്ഥന്മാർ വ്യക്തമായ തെളിവുകളോടെ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇടുക്കിയിലെ ജനങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, പൊളിച്ചെടുക്കണ്ടേ ഇവരെ എന്നാണ്. പൊളിച്ചെടുക്കണ്ടേ? നമ്മുടെ ജീവന്റെ വില വാങ്ങിച്ചവരെ പൊളിച്ചെടുക്കണ്ടേ? തകർത്ത് കളയണം, തകർക്കണം. LDF-നെ ഇവിടെ തകർക്കണം, UDF-നെ തകർക്കണം, അന്തർധാര സജീവമായ BJP-യെയും തകർക്കണം. ഇവിടെ ഒരു രാഷ്ട്രീയമാ ഉള്ളൂ ഇടുക്കിയുടെ മണ്ണിൽ, മുല്ലപ്പെരിയാർ. ഒരു രാഷ്ട്രീയമേ ഉള്ളൂ ഇടുക്കിയുടെ മുമ്പിൽ. ആന ചവിട്ടിക്കൊണ്ട ജനങ്ങളുടെ ജീവിതങ്ങള്. എന്ത് കോമ്പൻസേഷനാണ് ആന ചവിട്ടിക്കൊണ്ട മൃഗങ്ങൾ ആക്രമിച്ച് കീഴടക്കിയ മനുഷ്യർക്ക് ഈ സർക്കാരുകളും കൊടുത്തിട്ടുള്ളത്? പ്രതിപക്ഷം എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? അതാണ് ആന എങ്ങനെ നാട്ടിലിറങ്ങി. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആന എങ്ങനെ നാട്ടിലിറങ്ങി? എലഫന്റ് കോറിഡോർ, മുല്ലപ്പെരിയാർ ഡാമിന്റെ സൃഷ്ടിയിലൂടെ എലഫന്റ് കോറിഡോർ ഇല്ലാതായി ആ പ്രദേശത്ത്. അങ്ങനെ ഇടുക്കിയിലെ എല്ലാ ഡാമുകൾ മൂലവും എലഫന്റ് കോറിഡോർസ് ഇല്ലാതായി. അങ്ങനെയാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങിയത്. ആ ആന ഒരു നിഷ്കളങ്കമായ ജീവിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ്, ഇവിടുത്തെ രാഷ്ട്രീയമാണ് ഞങ്ങളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറക്കിയെന്ന് ആനകൾ പറയുമ്പോൾ ആനത്തിൽ നിന്ന് നിങ്ങൾ വോട്ട് ചെയ്യണം. നിഷ്കളങ്കമായ ജീവിയാണ്. അതാണ് ഞങ്ങളുടെ ആവശ്യം. നമുക്കൊരു അഭ്യർത്ഥനകളുണ്ട്. കേരളത്തില് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും 3 മുന്നണികളെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ. സാധാരണക്കാരന്റെ ജീവിതത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. സാധാരണക്കാരന്റെ സാമൂഹിക ജീവിതം അത്